നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വീണ്ടും നമ്മൾ ടർബോയുടെ ഒരു അപ്ഡേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട് ഇത് മമ്മൂട്ടി ചാനലാണ്, അപ്പോൾ ഇങ്ങനെ തള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണെന്ന്. സത്യത്തിൽ മമ്മൂട്ടി ഫാൻസുകാർക്കോ അല്ലെങ്കിൽ മമ്മൂട്ടി ചാനലോ തള്ളുന്ന പരിപാടിയൊന്നുമില്ല. നമ്മൾ 2021 തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂക്കാട് ഇറങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക സിനിമകളും പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ച സിനിമകളാണ്. അതുകൊണ്ട് ഈ ടർബോ റിലീസിനായിട്ട് അടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് ടർബോയുടെ ഓരോ അപ്ഡേഷനുകൾ വരുന്നതിനനുസരിച്ചിട്ട് ഞാൻ മാത്രമല്ല യൂട്യൂബ് ചാനൽ ചെയ്യുന്ന എല്ലാ ആൾക്കാരും സിനിമയെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ ചെയ്യുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ലാലേട്ടൻ്റെ ബറോസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ വന്നു. അതായത് ബറോസ് ലാലേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ബറോസ്. അതിൻ്റെ ഒരുപാട് പോസ്റ്ററുകൾ വന്നിരുന്നു. അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ എമ്പുരാൻ്റെ പുതിയ അപ്ഡേഷൻ വന്നപ്പോഴും അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ടർബോ റിലീസുമായിട്ട് അടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അപ്ഡേഷൻ വരുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ വീഡിയോകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിഥുൻ മാനുവൽ വൈശാഖ് കൂട്ടുകെട്ടിൽ ഇറങ്ങുന്ന ഈ പൊടി പാറുന്ന ഒരു ഗംഭീര ഐറ്റം, അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഇന്നലെയും അതിൻ്റെ ഒരു പോസ്റ്റർ പുറത്തു വിട്ടിരുന്നു. അതായത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു പോസ്റ്റർ തന്നെയാണ് ഇന്നലെ പുറത്തു വിട്ടിരുന്നത്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൻ്റെ മറ്റൊരു വേർഷനായിട്ടാണ് ഇത് കാണുന്നത്. കാരണം അതിനകത്ത് നമുക്ക് ഇങ്ങനെ ജീപ്പിനകത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നെങ്കിൽ ഇത് ഫ്രണ്ടിൽ ഇങ്ങനെ നിന്നിട്ട് മുണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാധനം ഗംഭീരം എന്ന് പറഞ്ഞാൽ അല്ലേ, കിടിലൻ സാധനം എന്ന് പറയാം. ഈ സിനിമയെ കുറിച്ചിട്ട് ഒരു ചാനൽ നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ സിനിമയുടെ കഥാകൃത്തായിട്ടുള്ള നമ്മുടെ മിഥുൻ മാനുവൽ ഒരു കാര്യം പറയുന്നുണ്ട്. അതൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം. നേരെ ആ വീഡിയോയിൽ ഒന്നുണ്ട്. ഇപ്പൊ ടർബോ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ടർബോ എഞ്ചിൻ പിടിപ്പിച്ച പോലത്തെ ഒരാൾ, എക്സ്ട്രാ പവർ ഉള്ള ഒരാൾ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ ആ പേര് ഇട്ടത്. ഞാൻ അടിച്ച അങ്ങനത്തെ ഒരു ഓവർ ദ ടോപ്പ് ആക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുകൊണ്ട്, എന്നാലും ഈ പറഞ്ഞ പോലെ ഒരു എക്സ്ട്രാ കരുത്തുള്ള ഒരാൾ, അങ്ങനെ ഒരു നായകനെ നമ്മൾ അവതരിപ്പിക്കുകയാണ്. ഈ ടർബോയുടെ ആണെങ്കിലും അത് ചെറിയൊരു അപ്ഡേഷൻ. അതായത് ടർബോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലേ, ഒരു ടർബോ ഇഞ്ചൻ എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റുള്ള ഇഞ്ചിനെക്കാട്ടി പവർഫുൾ ആയിട്ടുള്ളൊരു ഇഞ്ചനാണ്. അപ്പം ആ ഒരു സംഭവം തന്നെയാണ് ഇതിനകത്ത് കൂടുതൽ. കാരണം ഇതിനകത്ത് നമ്മുടെ ടർബോ ജോസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ പവറുള്ള ഒരു നായകനായിട്ടാണ്. അത് അതിനകത്ത് ആ അവതാരിക പറഞ്ഞ കണക്ക് ഞാൻ അടിച്ച താങ്കമാട്ടെ 6 മാസം തൂങ്കമാട്ടെ, ഉറപ്പായിട്ടും അത് ഇതിനകത്തുണ്ട് എന്ന് മിഥുൻ മാനുവൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മഞ്ഞുമേൽ ബോയ്സിനൊക്കെ നമ്മുടെ അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞ പോലെ സീൻ മാറ്റും മോനെ എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു പക്ഷേ ചിലപ്പം ടർബോയുടെ സീൻ മാറ്റും. ഇത് തള്ളോ ഉന്തോ ഒന്നുമല്ല, ഉള്ള കാര്യം ഉള്ളതായിട്ട് അങ്ങ് പറയുക. കാരണം ഇതുവരെ നമ്മൾ മമ്മൂക്കാടെ സിനിമകൾ കണ്ടിട്ടുള്ളത് അതിനകത്ത് വലിയ തള്ളും ഉന്തലും ഒന്നുമില്ല. ഈ തള്ളലും ഉന്തലും ആരാണെന്നുള്ളത് നമുക്കറിയാം. അതിനെക്കുറിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് ഇനി വിശദീകരിക്കുന്നില്ല. എന്തായാലും തള്ളാനും ഉന്താനും ഒന്നുമില്ല. ടർബോ സിനിമയെ കുറിച്ചിട്ട് മിഥുൻ മാനുവലും വൈശാഖും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് അവകാശവാദങ്ങളൊന്നും ഈ പറയുന്ന അണിയറ പ്രവർത്തകർ വിട്ടിട്ടില്ല. അല്ലെങ്കിൽ മമ്മൂക്ക പോലും ഈ സിനിമയെ കുറിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ ചിത്രമാണ് ടർബോ. എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ആഘോഷിക്കാനായിട്ടുള്ള എല്ലാ ചേരുവകളും ചേർന്നിട്ടുള്ള ഒരു പക്ക വെക്കേഷൻ, ഒരു എന്റർടൈനർ സിനിമ ആയിരിക്കും ടർബോ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത് തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന നിങ്ങൾക്ക് ഒരു എന്റർടൈനർ ആയിരിക്കും ഈ സിനിമ. ഇതൊരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ഉയർത്തപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ്. കാരണം തരത്തിലുള്ള ചില ക്ലിപ്പുകളൊക്കെ നമ്മൾ സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുള്ള ചില ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നു. സത്യത്തിൽ അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല. മെയ് 23 സിനിമ വേൾഡ് വൈഡ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ, അതായത് നമ്മുടെ മമ്മൂട്ടി സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു റിലീസ് സെൻറ്ററാണ് ടർബോയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് 400+ തിയേറ്ററുകളാണ് ഈ സിനിമയ്ക്ക് കേരളത്തിൽ ലഭിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ സിനിമ പോസിറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ ഇതുവരെ നിലവിലുള്ള എല്ലാ സിനിമകളുടെയും റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പല ആൾക്കാരും പറയുന്നുണ്ട് മമ്മൂക്കാടെ പോസിറ്റീവ് കിട്ടിയ സിനിമകൾക്ക് പോലും 100 കോടി ക്ലബിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത്. എന്തായാലും ആ മരവാഴകളുടെ ഒക്കെ എനിക്ക് പറയാനുള്ളത്, ആ ഒരു പരാതിക്കും കൂടെ ആ ഒരു പരാതി ഈ ഒരു സിനിമയിലൂടെ തീർത്തു കൊടുക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമാ കാഴ്ച.